Hi friends, welcome to ILPT Technism. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്പ്ലിറ്റ് എ സി സെൻട്രലൈസ് DX യൂണിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ മെയിനായിട്ട് വരുന്ന പോർഷൻസാണ്. മെയിനായിട്ട് വരുന്ന പാർട്ടുകൾ മെക്കാനിക്കൽ റൊട്ടേഷൻ സൈക്കിളിൽ വരുന്നത് ഒന്ന് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കംപ്രസർ, പിന്നെ കണ്ടൻസർ വേണം, പിന്നെ മീറ്ററിംഗ് ഡിവൈസ് വേണം, പിന്നെ ഇവോപ്പറേറ്റർ സിസ്റ്റം വേണം. അങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് ഈ റെഫ്രിജറൻറ്റ് പാസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്കറിയാം, കംപ്രസർ കാണാതെ ആരുമില്ല. ഒരു ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ മറ്റുള്ള വിൻഡോസിനകത്തോ എല്ലാം മെയിനായിട്ട് കാണുന്ന കംപ്രസറാണ്. കംപ്രസർ പോയി കഴിഞ്ഞാലോ അതിനകത്ത് കേട് സംഭവിച്ചാലോ ഈ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ നിന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ നോക്കാം. അതായത് ഒരു കംപ്രസറാണ്, ഒരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ ഇങ്ങനെ വലിക്കുമ്പോൾ സക്ക് ചെയ്യാന്ന് വലിച്ചെടുക്കുന്നു. പിന്നെ അതിങ്ങനെ പുഷ് ചെയ്ത് മേലോട്ടാകുമ്പോൾ ഇതിങ്ങനെ ഒരു ഫ്ലൈ വീലാണ്. ഫ്ലൈ വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കറക്കത്തിനനുസരിച്ച് ഈ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സക്ഷൻ എന്ന് പറയും, അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്ചാർജ് എന്ന് പറയും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വാൽവ് ഓപ്പൺ ആകുന്ന സക്ഷൻ വാൽവ്, അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ആകും. അങ്ങനെയാണ് ഇതിൻ്റെ വാൽവ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊരു യൂണിറ്റിനകത്ത് ഇരിക്കുന്നു. ഇതിനകത്ത് ഓയിലെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം ഇതെപ്പോഴും കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്തുള്ള ഓയിൽ ഇതിന് ലൂബ്രിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ എൻജിൻ ഓയിലൊക്കെ എൻജിനിൽ ഇട്ടിരിക്കുന്ന പോലെ വളരെ സ്മൂത്തായിട്ടുള്ള ലൈറ്റ് ഒരു ഓയിൽ കംപ്രസർ ഓയിലാണ്, എൻജിൻ ഓയിലല്ല. കംപ്രസർ ഓയിലിനകത്ത് നിറച്ചിരിക്കും. അതാണ് ഇതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് നോക്കാം. ഇത് സക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഗ്യാസ് കയറും. റെഫ്രിജറൻറ്റ് ഫ്രീ ആണെങ്കിൽ ഫ്രീ ഓൺ, അല്ലെങ്കിൽ അമോണിയ ഏതാണ് കയറും. രണ്ടാമത്തെ ഇതിൽ അവൻ തിരിച്ച് അതിനെ കംപ്രസ് ചെയ്ത് വിടുമ്പോൾ ഈ ഡിസ്ചാർജ് വാൽവിലൂടെ ഈ ഹോട്ട് ഗ്യാസ് കൊണ്ട് വരും. ഡിസ്ചാർജ് വാൽവിലൂടെ ഹോട്ട് ഗ്യാസ് വന്നിട്ട് ആ ഹോട്ട് ഗ്യാസ് ഇത് കണ്ടൻസിങ് യൂണിറ്റാണ്. ഈ കംപ്രസറും ഈ കണ്ടൻസറും ഒറ്റ ഒരു ബോക്സിനകത്താണ് ഇരിക്കുന്നത്. ഒരു ഫാനുണ്ടാവും. അതിനാണ് കണ്ടൻസിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടൻസറിലൂടെ ഈ കാണുന്ന ഹോട്ട് ഗ്യാസ് ഇതിലിങ്ങനെ പോകുമ്പോൾ ആ ഹോട്ട് ഗ്യാസിനെ ഈ ഫാൻ അടിച്ച്, ഈ ഫാൻ ഉണ്ടല്ലോ, ഈ ഫാൻ ഇതിലൂടെ ഇങ്ങനെ എയർ കടത്തി വിടുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലോ ചെയ്യും. അപ്പോൾ ഈ ഹോട്ട് ഗ്യാസ് ഒന്ന് തണുക്കും. പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡായിട്ട് മാറാൻ പറ്റുന്നു. റെഫ്രിജറൻറ്റ് ഇതുവരെയും ഗ്യാസായിട്ട് വന്ന സാധനം പിന്നെ ഇതിനകത്ത് ലിക്വിഡായിട്ട് മാറും. ലിക്വിഡായിട്ട് അവിടെ കിടക്കാൻ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കംപ്രസർ ഇങ്ങനെ തള്ളുന്നതുകൊണ്ട് ഈ വരുന്നതായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഗ്യാസ് വന്നിട്ട് പിന്നെ ഈ ലിക്വിഡിനെ തള്ളി മീറ്ററിംഗ് ഡിവൈസിലൊക്കെ. മീറ്ററിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കാപ്പിലറി ട്യൂബോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവോ, ഇതൊക്കെ പിന്നീട് ഓറിഫൈസ് ട്യൂബോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെക്കാനിക് ഇതായിരിക്കും. കാരണം ഇവിടെ എപ്പോഴും ഒരു വരുന്നതിനെ പ്രഷർ കുറച്ച് വിടുന്ന ഒരു സംവിധാനം, അതാണ് മീറ്ററിംഗ് ഡിവൈസ്. അളന്ന് കുടിച്ചു വിടുന്നത്. ഈ മീറ്ററിംഗ് ഡിവൈസിലൂടെ വരുന്ന ഈ ലിക്വിഡാണ് കേട്ടോ. ഗ്യാസ് ഹോട്ട് ഗ്യാസ് മാറി അത് ലിക്വിഡായിട്ട് മാറി. ലിക്വിഡ് ഇതിലൂടെ പാസ് ചെയ്ത് ഈ കോയിലൂടെ ഇവോപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ആവിയായി പോകാനാണ്. ഇവോപ്പറേറ്റർ കോയിലൂടെ പാസ് ചെയ്യുന്നത്. ഇവോപ്പറേറ്റർ കോയിലൂടെ പാസ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് വരുന്ന എയർ ഇതിനകത്തേക്ക് വലിച്ച് ബ്ലോവർ സക്ക് ചെയ്തെടുക്കണം. ഇതൊരു ബോക്സിനകത്ത് ഇവോപ്പറേറ്റർ കോയിലും ഈ ബ്ലോവറും ഇത് രണ്ടും ഒരു ബോക്സിനകത്തിരിക്കുന്നു. എവിടെ? വീടിനകത്ത്. ഇത് വീടിൻ്റെ പുറത്ത്. കണ്ടൻസിങ് യൂണിറ്റ് അതാണ് ഔട്ട്ഡോർ യൂണിറ്റ്, ഇത് ഇൻഡോർ യൂണിറ്റ്. ഇത് വീടിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ ഈ കോയിലിന് ബ്ലവർ അടിച്ചു കഴിയുമ്പോൾ പുറത്തുനിന്നുള്ള വായു വന്ന് ഇതിലെ തട്ടി ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും. ഈ ലിക്വിഡ് വേപ്പറായിട്ട് പോകും.
പക്ഷേ ഇതിന് വേപ്പറാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറുന്ന എയറിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ എടുത്തിട്ടാണ് ഇത് വേപ്പറാകുന്നത്. ആ വേപ്പറായത് തിരിച്ച് ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് ഡ്രയർ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ തരികളോ വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് വിട്ടിട്ട് തിരിച്ച് വന്ന് സക്ഷൻ ലൈനിലോട്ട് കയറുന്നു. സക്ഷൻ ലൈനിൽ വന്ന് ഇതേപോലെ തന്നെ ഈ ഗ്യാസ് സക്ക് ചെയ്ത് വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് ഹോട്ട് ഗ്യാസ് വന്ന് അത് തണുത്ത് ലിക്വിഡായിട്ട് വീണ്ടും മീറ്ററിംഗ് ഡിവൈസിലൂടെ വന്ന് കണ്ടൻസിങ് യൂണിറ്റിലൂടെ കണ്ടൻസർ കോയിലൂടെ കയറുമ്പോൾ അവിടെ നിന്ന് വരുന്ന എയർ ഇതിനെ ഒന്നുകൂടി തണുപ്പിക്കുക. ആ തണുക്കുന്ന അവസരത്തിൽ ഇവൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ആവിയായി പോകും. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ആവിയായിട്ട് വേപ്പറായിട്ട് തിരിച്ചു പോകുമ്പോൾ ആ വേപ്പറാകാൻ വേണ്ട ഹീറ്റ് അവിടെയുള്ള എയറിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. തിരിച്ച് ഇങ്ങനെ ഒരു സൈക്കിള് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് റെഫ്രിജറേഷൻ സൈക്കിള്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വീടിനകത്തിരിക്കുന്ന ഈ യൂണിറ്റ് അവിടെയുള്ള എയറിനെ തണുപ്പിക്കും. കുറേ കഴിയുമ്പോൾ തണുത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിലാകുമ്പോൾ ഈ കംപ്രസർ ഓഫ്. വീണ്ടും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കംപ്രസർ ഓണായിട്ട് വീണ്ടും ഈ പരിപാടി തന്നെ ചെയ്യും. ഇതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. നമ്മൾ വണ്ടിയിൽ കാറിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്പ്ലിറ്റ് AC യൂണിറ്റിലൊക്കെ നോക്കുമ്പോൾ അറിയാം വെള്ളം ഇങ്ങനെ ഡ്രോപ്പായി പുറത്തേക്ക് പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കണ്ടൻസേറ്റ് എന്നാണ് പറയുന്നത്. അതായത് എയറിനെ വലിച്ചെടുക്കുമ്പോൾ ഇവിടെ തണുത്ത് ആ എയറിലുള്ള മോയ്സ്ചറിനകത്തുള്ള എയറിലെ വാട്ടർ കണ്ടൻറ്റിനെ അത് വലിച്ചെടുത്ത് അത് തുള്ളി വെള്ളമാക്കി ഈ പാനിൽ എത്തിക്കും. ഈ പാനിൽ വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട്. ആ വെള്ളമാണ് തിരിച്ചിങ്ങനെ ഡ്രോപ്പായിട്ട് പുറത്തേക്ക് പോകുന്നത്. കാറിലായാലും നമ്മൾ കുറേ AC ഇട്ട് കഴിഞ്ഞ് നിർത്തി കഴിയുമ്പോൾ ശരിക്കും കാണാൻ പറ്റും വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വരുന്നത്. അത് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. അത് എല്ലാ AC-യും വർക്കിംഗ് ആണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ വെള്ളം വേണം. എവിടെയും AC വർക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെ ഈ കണ്ടൻസേറ്റ് വരത്തില്ല. മനസ്സിലായാലും. അപ്പോൾ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ വായുവിലുള്ള ജലകണികകൾ, ബാഷ്പങ്ങൾ, അതായത് മോയ്സ്ചർ, അതിനെ തണുപ്പിച്ച് വെള്ളമാക്കി ഇതിനകത്തേക്ക് വിടും. അപ്പോൾ എയർ കണ്ടീഷനായി തണുത്ത് കണ്ടീഷനായി ഫിൽറ്ററും ചെയ്ത് കഴിയുമ്പോൾ എയർ കണ്ടീഷൻ. അതിനാണ് ഈ എയർ കണ്ടീഷനിങ് യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഇൻഡോർ യൂണിറ്റ്, ഇത് ഔട്ട്ഡോർ യൂണിറ്റ്. ഇനി വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഉള്ള ചില വീടുകളിലൊക്കെ ഈ കാണുന്ന യൂണിറ്റ് സീലിങ്ങിൻ്റെ മുകളിൽ വെക്കും. നമ്മളുടെ ഫോൾ സീലിംഗ് ഉണ്ടല്ലോ, ഈ ജിപ്സം ബോർഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഡക്റ്റ് മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യും. അതിൻ്റെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്ന എയറിനെ, തണുപ്പിച്ച എയറിനെ വലിച്ചെടുത്ത് ഈ സെപ്പറേറ്റ് ഡക്റ്റിലൂടെ വീണ്ടും റൂമിലേക്ക് വിടുന്നു. ഓരോരോ റൂമിലേക്കും വിടുന്നു. അതാണ് സെൻട്രലൈസ് എന്ന് പറയുന്നത്. സാധാരണ സ്പ്ലിറ്റ് AC-ക്ക് ഒരൊറ്റ റൂമേ തണുപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഈ ഇങ്ങനെ സ്പ്ലിറ്റ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റൂമിലേക്കും ഡക്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഓരോ റൂമിലേക്കും എയർ കൊടുത്ത് ആ റൂമിലുള്ള എയറിനെ തണുപ്പിച്ച് ബാക്കി വരുന്ന എയറിനെ തിരിച്ച് റിട്ടേൺ അടിച്ച് ഇങ്ങനെ വലിക്കും. ആ റിട്ടേൺ വരുന്ന എയർ ഇതിലെ കൂടെ ഈ ഫിൽറ്റർ കണ്ടോ, ഈ ഫിൽറ്ററിലൂടെ പാസ് ചെയ്തിട്ട് വീണ്ടും ഈ കോയിലൂടെ. അപ്പോൾ ഈ ഫിൽറ്റർ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ അഴുക്കും പൊടിയൊക്കെ വന്നറിഞ്ഞ് ഇവിടെ ബ്ലോക്ക് ആവും. ആ ഫിൽറ്ററാണ് നമ്മളെടുത്ത് രണ്ടാമത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി ഈ കാണുന്ന A എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ A എന്ന് പറയുന്ന പോർഷനിൻ്റെ ആ പോർഷൻ മുതലുള്ളതായിരിക്കും ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഇതിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആ സെപ്പറേറ്റ് ഡക്റ്റ് A മുതലുള്ളതായിരിക്കും ഇനിയുള്ള ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത് സീലിങ്ങിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പൊടിയാണ് എല്ലാം എയറിലൊക്കെ പൊടിയുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന എയർ വന്ന് വരുമ്പോൾ ഇവിടെ ഈ മോയ്സ്ചർ ആയതുകൊണ്ട് ഇവിടെ വന്ന് എയറെല്ലാം വന്ന് ചെളി പോലെ ആയി കുറേ നാൾ കഴിയും. കുറേ നാളല്ല, 2 മാസം കഴിയുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ബ്ലോക്ക് ആവും. അപ്പോൾ ഈ പൈപ്പ് ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ ഈ വരുന്ന കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ആ വെള്ളം നിറഞ്ഞ് ഈ പാൻ മൊത്തം നിറഞ്ഞ് ഓവർഫ്ലോ ആകും. ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ അത് നേരെ സീലിങ്ങിലേക്ക് വന്ന് വീഴുകയോ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വന്ന് അത് പരക്കാൻ തുടങ്ങും. സീലിങ്ങൊക്കെ മോശമായി പോകും.
രണ്ടാമതൊരു കാര്യം, ഈ സീലിങ്ങിനകത്ത് ഇത് മേലെ വെച്ചിരിക്കുന്നത് കൊണ്ട് സാധാരണ വീട്ടുകാർക്ക് ഇതൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല, ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ടെക്നീഷ്യനെ വിളിക്കണം. എപ്പോഴും 2-3 മാസം കൂടുമ്പോൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യിക്കാൻ. കാരണം സീലിങ് നമുക്ക് പാടാണ്. സീലിങ്ങിന് പൊക്കി അതിൻ്റെ ഉള്ളിൽ കയറി ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതുപോലെ പരിചയമാകണം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സീലിങ്ങും നാശവും, കാർപ്പറ്റിലോട്ട് വീട്ടാൻ കാർപ്പറ്റ് നാശവും. ചില സ്ഥലത്ത് ഷോപ്പിംഗ് മാളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബക്കറ്റ് വെച്ച് തുള്ളി തുള്ളി വന്ന് ഇങ്ങനെ വീഴുന്നത്, ബക്കറ്റ് വെച്ച് പിടിക്കുന്നത്. അത് ഇതല്ല, അത് ഈ കണ്ടൻസേറ്റ് ഫാൻ ഓവർഫ്ലോ ആയതുകൊണ്ടല്ല അത് വന്നത്. അത് ഈ ഡക്റ്റ് ഉണ്ടല്ലോ, ഈ ഡക്റ്റ് ശരിക്ക് പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ബോർഡ് വെച്ച് പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത് ഇൻസുലേഷൻ. അപ്പം പുറത്തുള്ള വായുവും അകത്തുകൂടി പോകുന്ന തണുത്ത വായുവും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും പാടില്ല. എന്നാൽ ചില സ്ഥലത്ത് ഈ ഇൻസുലേഷനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഈ തണുത്തിരിക്കുന്ന ഡക്റ്റാണ്, അലൂമിനിയം ഡക്റ്റാണ്. അപ്പോൾ അവിടെ ഈ പുറത്തുള്ള വായുവിന് അതുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ അവിടെ ആ വായു തണുത്തിട്ട് അവിടെ ഇതുപോലെ കണ്ടൻസേറ്റ് വന്ന് ഈ ഡക്റ്റിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഗ്ലാസ് ഉള്ളിനകത്തൊക്കെ നിറഞ്ഞ് വെള്ളം ഇങ്ങനെ നിറയും, സ്പോഞ്ചിൽ വെള്ളം നിറയുന്ന പോലെ നിറഞ്ഞ് അതിങ്ങനെ ഇറ്റിറ്റ് താഴേക്ക് വന്ന് വീഴും. അപ്പോഴാണ് അവിടെയുള്ള ഒരു ബക്കറ്റുമായിട്ട് പോയിട്ട് ആ ബക്കറ്റ് അവിടെ താഴെ കൊണ്ട് വെച്ചിരിക്കും ഇങ്ങനെ. കാരണം ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ച് ഭയങ്കര പാടാണ്. ഈ മെഷീൻ നിർത്തിയിട്ട് വേണം ഇതിൻ്റെ ഇൻസുലേഷനൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേറെ പുതിയ ഇൻസുലേഷൻ ഇട്ട് എയർ ടൈറ്റ് ആക്കണം. ഈ കാണുന്നത് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ഇതാണ്, അതിൻ്റെ ഒരു ഫങ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻഡോർ യൂണിറ്റ്, ഇത് ഔട്ട്ഡോർ യൂണിറ്റ്, അതാണ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ഒന്നിച്ച് വെച്ചാൽ വിൻഡോ എ സിയുടെ പോലെ വർക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഉള്ള വലിയ AC സിസ്റ്റത്തിനാണ് നമ്മൾ പാക്കേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. പാക്കേജ് യൂണിറ്റ്. ഓക്കെ, ഇതെല്ലാം 3 ഫേസിൽ, ഇതൊക്കെ എല്ലാം 3 ഫേസ് കപ്പാസിറ്റിയാണ്. കാരണം സിംഗിൾ ഫേസിൽ ചെറിയ ബ്ലോവറെ വർക്കുള്ളൂ, അത് ചെറിയ 1-2 റൂമിനൊക്കെ തണുപ്പിക്കാൻ പറ്റും. ഇതൊക്കെ 3 ഫേസിൽ ഓടുന്നതാണ് ഈ മോട്ടറും ഇതൊക്കെ. അപ്പോൾ മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ തെർമോസ്റ്റാറ്റ് വീടിൻ്റെ ആ റൂമിൻ്റെ ഇതിൻ്റെ അടുത്തായിരിക്കും വെച്ചിരിക്കുന്നത്. റിട്ടേൺ എയർ വരുന്നതിൻ്റെ ഗ്രില്ലിൻ്റെ അടുത്തായിരിക്കും തെർമോസ്റ്റാറ്റ് കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ 24 എത്തുകയാണെങ്കിൽ ആ 24 സെറ്റ് ചെയ്താൽ ആ 24 വന്നു കഴിയുമ്പോൾ തെർമോസ്റ്റാറ്റ് കട്ട് ചെയ്യും, കംപ്രസറിൻ്റെ സപ്ലൈ, കംപ്രസർ ഓഫ് ആകും. പക്ഷേ ഇവൻ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കും, കാറ്റ് എപ്പോഴും വന്നിരിക്കും. വീണ്ടും ആളുകളൊക്കെ പുറത്തേക്ക് പോയി അകത്തേക്ക് വന്ന് കഴിയുമ്പോൾ വീണ്ടും അവിടുത്തെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ വീണ്ടും തെർമോസ്റ്റാറ്റ് പിടിക്കും. അപ്പോൾ ഇതിൻ്റെ റിലേ പിടിച്ച് കംപ്രസർ ഓണാകും, വീണ്ടും തണുപ്പിക്കും. ഇതാണ് ചെയ്യുന്നത്. ഇത്രയുള്ള സിമ്പിളായിട്ട് വരുന്ന ഒരു എയർ കണ്ടീഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തനം. ഇനി ഇവിടുന്ന് ഡക്റ്റ് മുതലുള്ള കാര്യങ്ങൾ അങ്ങോട്ടുള്ളത്, അപ്പോൾ ഇതിന് പിന്നെ കാണിക്കണ്ട, അത് മുതലുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക, ഷെയർ, ലൈക്ക് എല്ലാം അടിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.